രണ്ടാമത്തെ കാര്യമേതാ വയുനസ്സിലുൽ ഗൈസ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അല്ലാഹുക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ആകാശത്ത് നിന്ന് എപ്പോഴാണ് മഴത്തുള്ളി ഭൂമിയിലേക്ക് വരിക കാലാവസ്ഥക്കാരന്റെ അനുമാനമല്ല, അതെപ്പോഴാണ് പെയ്യുന്നതെന്നറിയാൻ ലോകത്ത് അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്ക് സാധ്യമല്ല. 3 വയലമു മാ ഫിൽ അർഹാം ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടിയുടെ അവസ്ഥ എന്താ, അവനാണാണോ പെണ്ണാണോ എന്നറിയാൻ അല്ലാഹുക്കല്ലാതെ ലോകത്തും മറ്റൊരു മന്ത്രവാദിക്കും കഴിയില്ല. എന്റെ സഹോദരങ്ങളെ, ഒരു വെറ്റില നിരത്തലിനും കഴിയില്ല. എപ്പോഴാണ് നമ്മൾ അറിയുന്നത്? സ്കാൻ ചെയ്താൽ അറിയുന്നത് 4 മാസത്തിന് ശേഷമാണ്. പിതാവിന്റെ മുതുകിൽ നിന്ന് ഇന്ദ്രിയ തുള്ളിയായി അത് മാതാവിന്റെ 10 സെന്റിമീറ്റർ നീളമുള്ള 8 സെന്റിമീറ്റർ വീതിയുള്ള അണ്ഡാശയത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ രക്തക്കുടലിലൂടെ സഞ്ചരിച്ചു പോകുമ്പോ 20 കോടിയോളം വരുന്ന പുരുഷ ബീജങ്ങളിൽ നിന്ന് ഒരു ബീജത്തെ മാത്രം തെരഞ്ഞെടുത്ത് പെണ്ണിന്റെ അണ്ഡാശയവുമായിട്ട് കൂട്ടിയോജിക്കുമ്പോ പുരുഷന്റെ ബീജവും ഈ പെണ്ണിന്റെ അണ്ഡവും തമ്മിൽ ഗർഭാശയമെന്ന് ആർക്കും കാണാത്ത ഇരുട്ടറയിൽ വെച്ച് ഒരുമിച്ച് കൂടുമ്പോ ആ ഒരുമിച്ച് കൂടലിലൂടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അതാണാണോ പെണ്ണാണോ എന്ന് പറയാൻ സിട്ടിപ്പിന്റെ തുടക്കത്തിൽ അള്ളക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല, ഒരു മനുഷ്യനും കഴിയുകയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നിനക്കിനി പിറക്കാൻ പോകുന്നതാണാണോ, നിനക്ക് പിറക്കാൻ പോകുന്നത് പെണ്ണാണോ, ഇത് അല്ലാഹുക്കല്ലാതെ മറ്റൊരാൾക്കറിയാമെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് ഖുർആനീക ദർശനത്തിന് വിരുദ്ധമാണ്. അല്ലാഹു പറയുന്നു വയലമു മാ ഫിൽ അർഹാം ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടിയുടെ അവസ്ഥ എന്താന്ന് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല.